ഹായ് ഗൈസ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ പീസുകളാണ്. നമ്മളിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതിനും ചൈനീസ് മാരിനേറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് സോസസ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പം സോയ് സോസ് കുറച്ച് 2 ടീസ്പൂൺ സോയ് സോസ്, ഡാർക്ക് സോയ എടുത്തേക്കുന്നത് 1.5 ടീസ്പൂൺ മതി. ഒരുപാടായാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ 1.5 ടീസ്പൂൺ സോയ് സോസ്, പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ, കുറച്ച് ഷെസ്വാൻ സോസ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഷെസ്വാൻ നൂഡിൽസ് ആയതുകൊണ്ട് 1 ടീസ്പൂൺ ഷെസ്വാൻ സോസ്, 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ട് അടുത്തതിന് വേണ്ട കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്. നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്തായിട്ട് നമുക്ക് സ്വല്പം കോൺഫ്ലവർ ആഡ് ചെയ്യാം. അത്രയ്ക്ക് കോട്ടിങ് പോലെ ആയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇതിനെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ ഓക്കെ നമ്മൾ അടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്. നമുക്ക് ഈ ഹക്ക നൂഡിൽസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാണ് സാധനം. ഈ സാധനം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഹോട്ടലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഹക്ക നൂഡിൽസാണ്. നമ്മളത് വേവിക്കാൻ വെച്ചേക്കാണ്. വേവിക്കാനല്ല, വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് വേവിച്ചെടുക്കണം. ഓക്കെ ഗൈസ്, നമുക്കിതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ക്യാബേജ് കട്ട് ചെയ്യുക പീസ്. സ്റ്റെമ്മൊന്നും വേണ്ട, സ്റ്റെമ്മൊക്കെ മാറ്റാണ്. പാർസൽ എടുക്കാൻ അതിനകത്ത് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ അരിയുടെ ആവശ്യം. നമുക്ക് ജസ്റ്റ് തൊലി മാത്രം, തൊലിയിലാണ് ശരിക്കും ഫ്ലേവർ വേണം. കട്ട് ചെയ്ത് കളയണം. കുറച്ച് സീനുണ്ട്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. അടുത്ത് നമുക്ക് ക്യാരറ്റ്, പ്ലീസ്. അപ്പോൾ നമ്മൾ വെള്ളം വെട്ടി തുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. ശരി, അടി സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് കുറച്ച് ഉപ്പ് കൂടുതൽ വെള്ളം തരണം. അത് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നൂഡിൽസ് ആഡ് ചെയ്യും. അത് തിളയ്ക്കുമ്പോൾ കലങ്ങി സ്പൂൺ, അര സ്പൂൺ അയ്യാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യണം. നമ്മൾ 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള നൂഡിൽസാണ് ആഡ് ചെയ്യുന്നത്. വന്നതിന് ശേഷം നമുക്കൊരു 6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അതാണ് ഇതിൻ്റെ വേവ് ടൈം. 6 തൊട്ട് 10 മിനിറ്റ് ഒന്ന് ഇളക്കണം, ഇളക്കി വേവിക്കണം. ചൈനീസ് മെല്ലിൽ ജോലിയായിരുന്നു.
5 മിനിറ്റ് വരെ തിളക്കണം. തിളച്ചാൽ ഇത് വെന്ത് കിടക്കുന്നു. ചെറിയ വേവായിട്ട് വേണം. ഒഴിക്കണം. പാൻ ചൂടാക്കാൻ പറ്റുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യണം. പേടിക്കണം, നമ്മൾ ഇതിൽ തന്നെയാണ് ഈ ഫ്രൈ ചെയ്യുന്ന എണ്ണ തന്നെയാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എണ്ണ വേസ്റ്റ് ആവില്ല, എല്ലാം ഉള്ളിൽ തന്നെ പോകും. ഈ എണ്ണ ചൂടാകട്ടെ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ മാക്സിമം ഹീറ്റിലാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മറച്ചിട്ട് കൊടുക്കാം. എല്ലാ പിടിച്ചും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ച് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നൂഡിൽസ് ഇഞ്ചി അരിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ പീസൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെറിയ പീസിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി ചെയ്യണം. കുറച്ച് മൂത്ത് പോയി കുഴപ്പമില്ല. എന്നാലും നമ്മൾ അതിനുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഇനി അടുത്ത് നമുക്ക് മെയിനായിട്ട് ബാക്കി നമുക്കുള്ള കലാപരിപാടികൾ തുടങ്ങാം. അതുവരെ ഇൻവൈറ്റ് ചെയ്യാം. പാൻ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പൊരിച്ച ചിക്കൻ്റെ എണ്ണ ഒഴിക്കണം കുറച്ച്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ, ഞാൻ നല്ല ഫുൾ ഫ്ലെയിമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലെയിം പോരാ ചൈനീസ് ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ചറ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടാണ്. ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ തന്നെ അടുത്ത് ഇഞ്ചി ഇടണം. എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാൻ പാടില്ല. മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ഇഞ്ചി ഇടാണ്. ഇത് മൂത്തിട്ടുള്ളപ്പോൾ നമ്മൾ പച്ചമുളക് കൊടുക്കണം കുറച്ച്. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി ക്യാരറ്റ് ഇരണ്ട ആഡ് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തത്. ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾ വെള്ളം കൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം ഉണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ ചൈനീസിൽ ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. ചൈനീസ് പോക്കില്ല, പകരം നമ്മൾ കടായി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലി പിടിക്കാതെ നമ്മൾ എപ്പോഴും കടായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ചെറുതായിട്ട് തീ കുറച്ചിട്ട് ഇതിലേക്ക് നമ്മൾ സോസ് ചെയ്യണം. ഡാർക്ക് ഫ്രൈ ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. എക്സ്ട്രാ ചില്ലി സോസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ആഡ് ചെയ്യണം. അതൊരു ചെറിയ ട്യൂബ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഷെസ്വാൻ അല്ല, എന്നാലും നമുക്ക് ചെറിയൊരു
ഫ്ലേവർ കിട്ടാൻ വേണ്ടി ടൊമാറ്റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഷെസ്വാൻ സോസ്, അത് നമ്മൾ 2 ടീസ്പൂൺ ആഡ് ചെയ്യണം. അതാണ് നമുക്ക് ആ ഒരു സ്പൈസി ടെക്സ്ചർ വരുന്നത്. ഇതാണ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ടോസ് ചെയ്തെടുക്കുകയാണ്. ഉപ്പ് അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം കറക്റ്റ് ചെയ്യണം. കൂടി പോകണം, കുറച്ച് ഉപ്പ് നോക്കാമായിരുന്നു. ഒന്നുകൂടെ ടോസ് ചെയ്തെടുക്കുകയാണ്. ടോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ടോസ് ചെയ്യണം. ചിക്കൻ പീസ് താഴെ പോലെ നേരത്തെ വേവിച്ചിട്ട് അതിന് തണുത്ത വെള്ളത്തിൽ കഴുകി അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നതാണ് നമ്മളത്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായി വെച്ച് തരണം. ഈ സമയത്ത് ഇത് നമ്മൾ നമുക്ക് ടോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ടോസ് ചെയ്യണം, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ബാക്കി നമ്മളെല്ലാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാ ഭാഗവും യോജിപ്പിച്ചെടുക്കാം. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടോ? അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഫ്രൈഡ് റൈസ് വയ്യാത്തോണ്ട് നാഗ കഴിച്ചു വരിക്കണം. ബീസ് ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഷെസ്വാൻ നൂഡിൽസ്. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് കഴിച്ചിട്ട് എന്തായിട്ട് ഉണ്ടാക്കിയ അഭിപ്രായം പറയാം.